ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് അതിൽ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തിയറി എന്താണെന്നും അതിൻ്റെ പ്രോബ്ലം എന്താണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡേവിഡ് ഡൂറൻ്റ് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന മറ്റൊരു തിയറിയാണ്, പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മറ്റൊരു തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് അഥവാ ഇറെലവൻസ് തിയറി. ഇറെലവൻസ് തിയറി അതായത് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റ് കണ്ടൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഫേമിൻ്റെ വാല്യുവേഷനിലോ അല്ലെങ്കിൽ വാല്യൂവിലോ ഒപ്പം തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ മാറ്റം വരുന്നില്ല എന്നുള്ള ആ ഒരു പ്രപ്പോസിഷനാണ് ഡേവിഡ് ഡൂറൻ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡെപ്റ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് അതായത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് അതുകൊണ്ട് ഫേമിൻ്റെ വാല്യൂവിൽ മാറ്റമൊന്നും വരുന്നില്ല, അത് ഇറെലവൻ്റ് ആണ്, അതായത് ഡെപ്റ്റ് കണ്ടൻറ്റ് ഇറെലവൻ്റ് ആണെന്നുള്ള ഒരു പ്രപ്പോസിഷനാണ് ഡേവിഡ് ഡൂറൻ്റ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിലൂടെ പറയുക. അപ്പോൾ അക്കോർഡിംഗ് ടു NOI തിയറി ദ ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പോസിഷൻ ഓർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഹാസ് നോ എഫക്റ്റ് ഓൺ ദി വാല്യുവേഷൻ ഓഫ് ദി ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പോസിഷൻ അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഡെപ്റ്റ് കണ്ടൻറ്റ് ഉൾപ്പെടുത്തുകയോ ഇക്വിറ്റിയുടെ കണ്ടൻറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഫേമിൻ്റെ വാല്യൂവിൽ മാറ്റമൊന്നും വരുത്താൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയുക. അപ്പോൾ ഫേമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വാല്യൂ ഓഫ് ഡെപ്റ്റും വാല്യൂ ഓഫ് ഇക്വിറ്റിയും കൂടെ കൂട്ടുന്നത്, അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മൊത്തം എത്രയുണ്ട്, ഡിബഞ്ചർ ഉൾപ്പെടെയുള്ള ഡെപ്റ്റ് ക്യാപിറ്റൽ മൊത്തം എത്രയുണ്ട്, അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുക, പേയ്മെൻറ്റ് വാല്യൂ എന്ന് പറയുക. ഇൻ അതർ വേർഡ്സ് ഫേം കനോട്ട് ചേഞ്ച് ഇറ്റ്സ് വാല്യൂ ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പ്രകാരം ഒരു ഫേമിൻ്റെ വാല്യൂ അതിനെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതായത് ഡെപ്റ്റ് കണ്ടൻറ്റ് കൂട്ടുക കുറയ്ക്കുക അപ്പോൾ അതുവഴി നമുക്ക് ഒരു പേയ്മെൻറ്റ് വാല്യൂ മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നാണ് പറയുക. ഹെൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഇറെലവൻ്റ് ഇൻ ദി വാല്യുവേഷൻ ഓഫ് ദി ഫേം. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം ഫേമിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നതിൽ ഇറെലവൻ്റ് ആണ്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമില്ല. ദീസ് തിയറി ഈസ് കോൾഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ഇതിനെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് വിളിക്കുന്നതിന് കാരണം it says that the valuation of the firm is determined by the net operating income or EBIT of the firm. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം നമ്മൾ ഫേമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എബിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. എബിറ്റ് അഥവാ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയും അല്ലേ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ എബിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഫിറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫേമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. To put it differently, the valuation of the firm changes with the changes in the business risk. അപ്പോൾ നമുക്ക് അറിയാം ഒരു ഫേമിൻ്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ബിസിനസ് റിസ്ക് കൂടുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് ചേഞ്ചസ് ഇൻ എബിറ്റ് അല്ലേ, എബിറ്റ് മാറുന്നതനുസരിച്ച്. എബിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രോഫിറ്റിനാണ് നമ്മൾ എബിറ്റ് എന്ന് പറയുന്നത് അല്ലേ. പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിൽ ബിസിനസ് റിസ്ക് കൂടുതലാണെന്ന് പറയാം. നോട്ട് വിത്ത് ദി ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ റിസ്ക്, അതായത് ഫിനാൻഷ്യൽ റിസ്കിൽ വരുന്ന മാറ്റം അനുസരിച്ച് ഒരു പേയ്മെൻറ്റ് വാല്യൂവിൽ മാറ്റമൊന്നും വരില്ല എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ EPSലുണ്ടാകുന്ന കുറയാൻ സാധ്യതയുള്ള ആ ഒരു സാഹചര്യത്തെയാണ് ഏണിംഗ് പെർ ഷെയർ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കുറയാനുള്ള സാധ്യതയാണ് നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ദെയർഫോർ ദർ ഈസ് നത്തിങ് ലൈക്ക് ആൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുകൊണ്ട് ആസ് പെർ NOI അപ്രോച്ച് ദർ ഈസ് നത്തിങ് ലൈക്ക് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇൻസ്റ്റഡ് എവറി ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഒപ്റ്റിമം. ക്യാപിറ്റൽ സ്ട്രക്ചറിലെ കോമ്പോണൻസ് ഡെപ്റ്റ് ഇക്വിറ്റി ഏത് തരത്തിലാണ് അതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നതെങ്കിലും അതെല്ലാം എന്താണ്, അത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തിയറി പറഞ്ഞതനുസരിച്ച് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡസൻ വേരി വിത്ത് ഇൻക്രീസ്ഡ് യൂസ് ഓർ ലെസർ യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഒരു ഫേമിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കമ്പനിയുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ KOI ആണല്ലേ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ആ ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ ലിവറേജ് എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നനുസരിച്ച് അത് വേരി ചെയ്യുന്നില്ല, ഡസൻ വേരി, മാറ്റം വരുന്നില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഫേമിൻ്റെ വാല്യൂവിൽ, ആ കമ്പനിയുടെ വാല്യൂവിൽ വിയിൽ മാറ്റം വരുന്നില്ല അല്ലേ, ഒപ്പം തന്നെ KOയിലും മാറ്റം വരുന്നില്ല. രണ്ട് കാര്യങ്ങളിലും മാറ്റം വരുന്നില്ല, ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും. അതായത് ഇഷ്യൂ ഓഫ് ഡെപ്റ്റ് ഓർ ഇക്വിറ്റി, ബൈബാക്ക് ഓഫ് ഷെയർസ് ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുക, അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുക, ഷെയറുകൾ തിരികെ വാങ്ങുക അല്ലെങ്കിൽ ഡിബഞ്ചറുകൾ തിരികെ വാങ്ങുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പേയ്മെൻറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നതല്ല. ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് വുഡ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അതിനെ ബാധിക്കാത്തത്, ഡെപ്റ്റ് കണ്ടൻറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറ്റം വരാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് നോക്കാം. ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, നമ്മൾ കൂടുതൽ ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കടങ്ങൾ കൂടുതൽ കമ്പനി വാങ്ങിക്കുമ്പോൾ
ഇറ്റ് ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് അത് കൂട്ടും. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ദേ വിൽ എക്സ്പെക്ട് എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ. അവർ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ ആവശ്യപ്പെടും അല്ലേ, അതായത് ഹയർ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. എന്തുകൊണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്റ്റ് കണ്ടൻറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നതിനാൽ അവർ കൂടുതൽ റിട്ടേൺ ആവശ്യപ്പെടും. എങ്കിൽ മാത്രമേ അവർ ആ കമ്പനിയുടെ ഷെയറുകൾ കൈവശം വയ്ക്കുകയുള്ളൂ. ബിക്കോസ് ഓഫ് ടു, ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ഡെപ്റ്റ് ഓർ ലോ കോസ്റ്റ് ഡെപ്റ്റ് ഈസ് എക്സാക്ട്ലി ന്യൂട്രലൈസ്ഡ് ബൈ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ KD കുറഞ്ഞ റേറ്റിൽ നമുക്ക് കൂടുതൽ ഡെപ്റ്റ് കൈവശപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്, അതായത് ലോ കോസ്റ്റ് ഡെപ്റ്റ്, ആ ഒരു ബെനിഫിറ്റ് ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ന്യൂട്രലൈസ്ഡ് ബൈ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. നമുക്ക് ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് കൂടുന്നതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KEയും വർദ്ധിക്കുന്നു അല്ലേ. അതായത് ഒരു സൈഡിൽ നമ്മൾ KD കുറയ്ക്കുമ്പോൾ മറ്റൊരു സൈഡിൽ KE കുറയുന്നു, KEയും കൂടുന്നു അല്ലേ. അതായത് നമ്മൾ ഉണ്ടാകുന്ന ഈ ഒരു ലാഭം, കുറഞ്ഞ ചിലവിൽ നമുക്ക് ഡെപ്റ്റ് കിട്ടുന്നു എന്നുള്ള ലാഭം നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ KE അവരുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഇഫക്റ്റിൽ യാതൊരു വ്യത്യാസവും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഈ മാറ്റം കമ്പനിയുടെ വാല്യൂവിലും ഒപ്പം തന്നെ ഈ ഒരു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അത് ബാധിക്കുന്നില്ല, മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ് NOI അപ്രോച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ ഒരു അസംഷൻസ് കൂടെ നമുക്ക് നോക്കാം. ഡെപ്റ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഓർ KD റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമുക്കിവിടെ ഡെപ്റ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലെങ്കിൽ KD കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അസംഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളിതിൻ്റെ ലിമിറ്റേഷനിൽ അല്ലെങ്കിൽ ഡിമെറിറ്റ്സിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷനിൽ നമ്മൾ പഠിക്കും. അങ്ങനെ KD എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യില്ല അല്ലേ. അതായത് മോണിറ്ററി പോളിസി, റിസർവ് ബാങ്കിൻ്റെയൊക്കെ മോണിറ്ററി പോളിസി പ്രകാരം KDയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് വൺ ഓഫ് ദി അസംഷൻസ് ഓഫ് NOI അപ്രോച്ച് എന്ന് പറയുന്നത് ഈ KD റിമെയിൻ കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ്. രണ്ടാമത് ഡെപ്റ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് KD ഈസ് ലെസ് ദാൻ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KEനേക്കാളും കുറവായിരിക്കും അല്ലേ. ഡെപ്റ്റ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് KD ഈസ് ലെസ് ദാൻ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE. ദെൻ ഇഫ് KO ഈസ് കോൺസ്റ്റൻറ്റ്, KO എന്ന് പറയുന്നത് മാറ്റമില്ലാതെ നിൽക്കും നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ദ വാല്യൂ ഓഫ് ദി ഫേം ഈസ് ഡിറ്റർമൈൻഡ് ബൈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ നമുക്കിവിടെ NOI അപ്രോച്ച് പ്രകാരം ഒരു ഫേമിൻ്റെ വാല്യൂ V ഈസ് ഈക്വൽ ടു, അതിന് നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകവും KOയും ഉപയോഗിച്ചുകൊണ്ടാണ് ഫേമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് NOIനെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അതിനെ നമ്മൾ KO കൊണ്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫേമിൻ്റെ ടോട്ടൽ വാല്യൂ കിട്ടുന്നതാണ്. Then overall cost of capital remains constant irrespective of the capital structure and thus it is called fixed KO theory. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ റിമെയിൻസ് കോൺസ്റ്റൻ്റ് അല്ലേ, ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് തന്നെയാണെങ്കിലും അതിൽ മാറ്റമൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തിയറിയെ ഫിക്സഡ് KO തിയറി എന്നും പറയാറുണ്ട്. ദി ഇൻക്രീസ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ റിസ്ക്. നമ്മൾ ആദ്യം പറഞ്ഞു ഡെപ്റ്റ് കണ്ടൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ഫിനാൻഷ്യൽ റിസ്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ അവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ ലോ കോസ്റ്റ് ഡെപ്റ്റ് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് ഈ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ്റെ റേറ്റ് കൂടുന്നതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് അത് ഡിസഡ്വാൻറ്റേജ് മാറുന്നു പറയാൻ പറ്റില്ല. പക്ഷേ എക്സാക്ട്ലി അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു അല്ലേ, അതിൻ്റെ ഒരു ഫലം ഇല്ലാണ്ടായി പോകുന്നു. ദർ ആർ നോ കോർപ്പറേറ്റ് ടാക്സ്. സാധാരണ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലുള്ളതുപോലെ തന്നെ ഇവിടെയും കോർപ്പറേറ്റ് ടാക്സുകൾ ഇല്ല എന്നുള്ള അസംഷൻ ലാസ്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. ഫിനാൻഷ്യൽ ലിവറേജും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള അതിൻ്റെ ഒരു ബിഹേവിയർ, അത് തമ്മിൽ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണിത്. നമ്മളിവിടെ Y ആക്സിസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും X ആക്സിസിൽ ഡിഗ്രി ഓഫ് ലിവറേജ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റിയും നമ്മൾ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ KOയും KDയും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. നമ്മളിങ്ങനെ ഹോറിസോണ്ടൽ ലൈനായിട്ട് മാറ്റമില്ലാതെ KOയും KDയും അല്ലേ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനാണ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനാണ് നമ്മൾ KO എന്ന് പറയുന്നത്. KD എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇവിടെ KE ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? KE വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. നമ്മൾ ഡെപ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? KEയും ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഡെപ്റ്റ് കിട്ടുന്നുള്ള അഡ്വാൻറ്റേജ് KE വർദ്ധിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ KEയും വർദ്ധിക്കുന്നതുകൊണ്ട് അതില്ലാണ്ടാവുന്നു അല്ലേ. KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുകൊണ്ട് എന്തായിരിക്കും? അത് സെയിം ആയിരിക്കും. നമ്മൾ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെപ്റ്റും അതിൻ്റെയൊക്കെ ഒരു ആവറേജ് ആണല്ലോ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ KO കോൺസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി പ്രൂഫ് ഓഫ് NOI അപ്രോച്ച് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് നമുക്കതിൻ്റെ പ്രോബ്ലം ഉൾപ്പെടെ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റുഡൻസ് ഹാവ് ടു ഫൈൻഡ് KE. നമുക്ക് ക്വസ്റ്റ്യനിൽ
തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് KE കണ്ടുപിടിക്കേണ്ടതുണ്ട്. KO വിൽ ബി ഗിവൺ. നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്ക് NI അപ്രോച്ചിൽ എന്താണ് വ്യത്യാസം, NOI അപ്രോച്ചിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കി വേണ്ടി നമ്മൾ പഠിക്കേണ്ടതാണ്. NI അപ്രോച്ചിൽ, നെറ്റ് ഇൻകം അപ്രോച്ചിൽ നമുക്ക് KE നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് KE നൽകിയിട്ടുണ്ടാവില്ല. KE നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലേ. ദെൻ NOI അപ്രോച്ച്, ഇറ്റ് ഈസ് ടു ബി പ്രൂവ്ഡ് ദാറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസസ് വിത്ത് ദി യൂസ് ഓഫ് ഡെപ്റ്റ്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഡെപ്റ്റ് കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും അല്ലേ. ഒപ്പം തന്നെ പേയ്മെൻറ്റ് വാല്യൂയിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ തെളിയിക്കാൻ വേണ്ടി നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റാണ് അല്ലേ. NI അപ്രോച്ചിൽ നമ്മളൊരു ഫോർമാറ്റ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാൽക്കുലേഷനോട് വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം കോസ്റ്റിൽ നിങ്ങൾക്ക് എബിറ്റ് നൽകിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. അതിനുശേഷം നിങ്ങൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്, അതായത് ഡെപ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെറ്റ് ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ NI അപ്രോച്ച് പ്രകാരം ഇങ്ങനെയായിരുന്നു അല്ലേ. അപ്പോൾ നെറ്റ് ഇൻകം നമുക്ക് കിട്ടിയത് നമ്മൾ എടുത്തെഴുതുന്നു. ഇത് എബിറ്റിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷം ഇനി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുക. ഇനി നമുക്ക് വാല്യൂ ഓഫ് ദി ഫേം V എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്ക് NOI അല്ലെങ്കിൽ എബിറ്റ് എന്താണെന്നറിയാം. അതിനെ നമ്മൾ ഈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫേമിൻ്റെ വാല്യൂ ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഡെപ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ KD. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് ഡെപ്റ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്തെഴുതാം. ഇനി ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂ ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് NI അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇക്വിറ്റി, അത് വാല്യൂ ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുന്നത് ഈ വാല്യൂ ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം മൈനസ് ടോട്ടൽ വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണല്ലേ. അതായത് നമ്മളിവിടെ വാല്യൂ ഓഫ് ദി ഫേം നമ്മളിവിടെ കണ്ടുപിടിച്ചു. V ഈസ് ഈക്വൽ ടു, നമുക്കറിയാം V ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അല്ലേ, KD പ്ലസ് KE ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ KE നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് Vയും അറിയാം, V നമ്മളിങ്ങനെ കണ്ടുപിടിച്ചു. നമുക്കിവിടെ KDയും അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് KE കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വാല്യൂവിൽ നിന്ന് നമ്മൾ KD കുറച്ചാൽ മതി അല്ലേ. അതാണ് പറയുന്നത് വാല്യൂ ഓഫ് ദി ഫേം മൈനസ് വാല്യൂ ഓഫ് ദി ഡെപ്റ്റ് അല്ലേ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ല വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലേ. അതായത് ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ എത്രയാണ്, ഷെയർ ക്യാപിറ്റലൈസേഷൻ എത്രയാണ്, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫേമിൻ്റെ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതാണ് ഈ ഒരു മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. KE കണ്ടുപിടിക്കുന്നത് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ഇക്വിറ്റി അല്ലേ, വാല്യൂ ഓഫ് ഇക്വിറ്റി ആണല്ലേ. നെറ്റ് ഇൻകം നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നെറ്റ് ഇൻകം. ഈ നെറ്റ് ഇൻകത്തെ ഡിവൈഡ് ബൈ നമുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലേ, കുറച്ച് മുമ്പ് കണ്ടുപിടിച്ച് ഈ വാല്യൂ ഓഫ് ഇക്വിറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റും കിട്ടും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. എക്സ്പെക്റ്റഡ് എബിറ്റ് നമുക്ക് NOI എക്സ്പെക്റ്റഡ് എബിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2,40,000. 10% ഡെബിറ്റ്, 10% ഡെപ്റ്റ് അല്ലേ. 10% ഡെപ്റ്റ്, അതായത് ഡെപ്റ്റിൽ 10% വീതമുള്ള കടം നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 7,20,000 ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തതാകാം. ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഡെപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 7,20,000. ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് അഥവാ KO നമുക്ക് നൽകിയിട്ടുണ്ട്. അത് 15% ആണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ: ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. നമുക്ക് V കണ്ടുപിടിക്കേണ്ടതുണ്ട്, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഫേം അല്ലേ. V കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം. V കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് NOI ഡിവൈഡ് ബൈ KO അല്ലേ. ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ V കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് അല്ലേ, KEയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇതേ രീതിയിൽ KEയും കണ്ടുപിടിക്കണം അല്ലേ. ഇനി ഡിറ്റർമൈൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യണം. അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് പറയണം. മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. NOI അപ്രോച്ചിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറ്റമൊന്നും വരില്ല, നമ്മളത് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KOയുടെ 15% തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് താഴെ പറയുന്ന സാഹചര്യങ്ങൾ, അതായത് Cയും Dയും അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാലും അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബാധിക്കുന്നതല്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ, ഈ ഒരു തിയറി പ്രകാരം. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് KE. പേയ്മെൻറ്റ് വാല്യൂവും ഒപ്പം തന്നെ KE നമ്മൾ കണ്ടുപിടിക്കണം. ഇഫ് ദ കമ്പനി ഹാസ് ഡിസൈഡ് ടു റേസ് ദ ഡെപ്റ്റ് ബൈ 3,80,000, 3,80,000 ബൈ 3,80,000 എന്നാണ് അല്ലേ. അത് നിലവിലുള്ള കടത്തിൻ്റെ കൂടെ 3,80,000 കൂടി ഡെപ്റ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ, അങ്ങനെ ഡെപ്റ്റ് എടുത്തതിന് ശേഷം, അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പണം കിട്ടിയതിന് ശേഷം ആ പണം ഉപയോഗിച്ച് ഇക്വിറ്റി ഷെയർ നമ്മൾ ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത് അല്ലേ.
അത് പേയ്മെൻറ്റ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഒപ്പം തന്നെ പേയ്മെൻറ്റ് വാല്യൂവിലും ഒന്നും മാറ്റം വരുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡെപ്റ്റ് 7,20,000 ആണല്ലേ. 7,20,000 കൂടെ നമുക്ക് 3,80,000 കൂടി 11 ലക്ഷം രൂപയാണ് രണ്ടാമത്തെ സാഹചര്യത്തിൽ ഈ ഒരു ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെപ്റ്റ് വരിക. ഒപ്പം തന്നെ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദി ഫേം ആൻഡ് കെ ഇ. ഇവിടെ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കണം പേയ്മെൻറ്റ് വാല്യൂവും കെയും എപ്പോഴാണ് കമ്പനി ഈ ഡിസൈഡ് ടു ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ കമ്പനി ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് ഒരു 3,80,000 കയ്യിൽ കിട്ടി. എന്നിട്ട് ആൻഡ് യൂസ് ദ പ്രൊസീഡ്സ് ടു റിഡീം ദ ഡെപ്റ്റ്. ഈ പണം നമുക്ക് കിട്ടിയ ഒരു പണം, അതിനാണ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡെപ്റ്റ് റിഡീം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതായത് ഡെപ്റ്റ് കുറയുന്നു അല്ലേ. നമുക്ക് 7,20,000 3,80,000 ഡെപ്റ്റ് കുറയും അല്ലേ. അപ്പോൾ അത് എത്രയാണോ വരുന്നത് ആ ഒരു എമൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ആ പേയ്മെൻറ്റ് വാല്യൂവും കെയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് ഫേം ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. 3 സാഹചര്യങ്ങളൊന്ന് നമുക്ക് ഇവിടെ 7,20,000 ഡെപ്റ്റ് ഉള്ളപ്പോൾ, മറ്റൊന്ന് 11 ലക്ഷം രൂപ ഡെപ്റ്റ് ആകുമ്പോൾ, ദെൻ 3,40,000 രൂപ ഡെപ്റ്റ് ആകുമ്പോൾ, ആ 3 സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് വാല്യൂവും ഒപ്പം തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ റിമെയിൻ ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ആദ്യം നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം നമ്മൾ എടുത്തെഴുതുന്നു. നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഫോർമാറ്റിൽ ആദ്യം എഴുതേണ്ടതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണല്ലേ. അത് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ വ്യത്യാസമൊന്നും ഇല്ല എന്ന് ഓർത്തിരിക്കുക. 3 സാഹചര്യങ്ങളും 2,40,000 തന്നെയാണല്ലേ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഇവിടെ സെയിം തന്നെയായിരിക്കും. ഒപ്പം തന്നെ പേയ്മെൻറ്റ് വാല്യൂ സെയിം ആയിരിക്കും അല്ലേ. കെ ഇയിൽ മാത്രം മാറ്റം വരുന്നതാണ് അല്ലേ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും സെയിം ആയിരിക്കും. അതൊക്കെയാണ് നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഇനി ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നിന്ന് എബിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കുറയ്ക്കണം അല്ലേ. ആദ്യത്തെ സാഹചര്യത്തിൽ ഒന്നാമത്തെ സാഹചര്യം നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് 7,20,000 ആണ് അതിൻ്റെ ഡെപ്റ്റ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 7,20,000 10% അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് 72,000. രണ്ടാമത്തെ സമയത്ത് നമ്മൾ എന്തായാലും 7,20,000 കൂടെ ഒരു 3,80,000 അല്ലേ. 3,80,000 കൂടെ ആഡ് ചെയ്യുന്നു. അത് പുതിയതായിട്ട് ഡെപ്റ്റ് എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റ് എത്രയായിട്ട് മാറും, അത് 11 ലക്ഷമായിട്ട് മാറും അല്ലേ. 11 ലക്ഷത്തിൻ്റെ 10% 1,10,000 രൂപ. മൂന്നാമത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ഈ 7,20,000 നിന്ന് 3,80,000 കുറയുമ്പോൾ 3,40,000 അല്ലേ. 3,40,000 10% 34,000. ഇനി നമുക്ക് നെറ്റ് ഇൻകം കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു കോളത്തിൽ നിന്ന് രണ്ടാമത്തെ കോളം നമുക്ക് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഇൻകം കിട്ടുന്നതാണ് അല്ലേ. 3 സാഹചര്യങ്ങളിൽ നെറ്റ് ഇൻകം കിട്ടുന്നു. പിന്നെ വാല്യൂ ഓഫ് ദി ഫേം, പേയ്മെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ അറിയാം. NOI / KO ആണല്ലേ. NOI എന്ന് പറയുന്നത് 2,40,000, KO എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. KO എന്ന് പറയുന്നത് എത്ര % ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0.15% ആണല്ലേ. അത് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം, അല്ലെങ്കിൽ നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അത് 15% ആണല്ലേ. അതിന് ഡെസിമൽ ഫോമിൽ നമുക്ക് പറയുമ്പോൾ 0.15 എന്ന് പറയും. അപ്പോൾ 2,40,000 / 0.15 എത്രയാണ്, 16 lakhs ആണല്ലേ. അതുപോലെ തന്നെ ബാക്കിയുള്ള കേസുകൾ നമുക്ക് കണ്ടുപിടിക്കും മനസ്സിലാവും. എല്ലായിടത്തും 60 lakhs തന്നെയാണല്ലേ. അതായത് പേയ്മെൻറ്റ് വാല്യൂവിൽ മാറ്റമൊന്നും വരുന്നില്ല, ഡെപ്റ്റ് കണ്ടൻറ്റ് മാറുന്നതനുസരിച്ച്. ദെൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് നമുക്കറിയാം 7,20,000 11 ലക്ഷം 3,40,000 അല്ലേ. അതിങ്ങോട്ട് എടുത്തെഴുതുക. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, ഇനി ഇക്വിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് മതി, നമ്മൾ വാല്യൂ ഓഫ് ദി ഫേമിൽ നിന്ന് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് കുറച്ചാൽ മതി അല്ലേ. അതാണ് നമ്മൾ ഫോർമാറ്റിൽ കണ്ടത്. അപ്പോൾ B - D നമുക്ക് 8,80,000 5 ലക്ഷം ഒപ്പം തന്നെ 12,60,000 കിട്ടും. ദെൻ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെറ്റ് ഇൻകം ഇവിടെ കിട്ടിയിരിക്കുന്ന നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ഇക്വിറ്റി അല്ലേ, വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലേ, വാല്യൂ ഓഫ് ഇക്വിറ്റി ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 19.09%, 26%, 16.34% എന്ന് കിട്ടും. അപ്പോൾ നോക്കാം, നമുക്കിവിടെ വാല്യൂ ഓഫ് ദി ഫേം പേയ്മെൻറ്റ് വാല്യൂവിൽ മാറ്റമൊന്നും വരുന്നില്ല, എല്ലാം 60 lakhs തന്നെയാണ് അല്ലേ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KOയിൽ മാറ്റമൊന്നും വരികയില്ല, അത് നമുക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാവുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ നോക്കുക, KO എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഓവറോൾ കോസ്റ്റ് ക്യാപിറ്റൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഇവിടെ നെറ്റ് ഇൻകം അപ്രോച്ചിൽ നമ്മളത് പഠിച്ചിരുന്നു. ഇവിടെ ഓൾട്ടർനേറ്റീവിൽ KE = KE ഇൻറ്റു വാല്യൂ ഓഫ് ഇക്വിറ്റി ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ഫേം അല്ലേ, പ്ലസ് KD ഇൻറ്റു വാല്യൂ ഓഫ് ഡെപ്റ്റ് ഡിവൈഡ് ബൈ വാല്യൂ ഓഫ് ഫേം അല്ലേ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ പരിശോധിക്കാവുന്നതാണ്, ഉറപ്പുവരുത്താവുന്നതാണ്. 3 കേസുകൾ 15% തന്നെയാണ് KO വരുന്നതെന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് 8,80,000 അല്ലേ. 8,80,000 എന്ന് പറഞ്ഞാൽ അതായത് വാല്യൂ ഓഫ് ഇക്വിറ്റി അല്ലേ ഡിവൈഡ് ബൈ ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം അല്ലേ. അപ്പോൾ 16 ലക്ഷം 8,80,000 ഡിവൈഡ് ബൈ 16 ലക്ഷം ഇൻറ്റു നമുക്ക് 19.09 അല്ലേ, 19.09 അതായത് KE ആണല്ലേ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലേ 19.09. അപ്പോൾ അതിൻ്റെ ഡെസിമൽ ഫോമിലാണ് നമ്മൾ എടുക്കേണ്ടത് 0.1090 അല്ലേ, 0.1090. ഇവ നമ്മൾ ഇതുപോലെ എടുക്കണമെന്നില്ല, 0.1090 ഇൻറ്റു അത് 8,80,000 നമ്മൾ 16 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0.1090 ആണല്ലേ.
നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെ തന്നെ 0.10 നടക്കാൻ 10% ആകുമ്പോൾ അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മളിതെല്ലാം കൂട്ടിയെടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 15% നമുക്ക് കിട്ടുന്നതാണ്. ഒരു ഏകദേശം 15% നമുക്ക് കിട്ടും. അതുപോലെ മറ്റ് കേസുകൾ നമുക്ക് KO സെയിം ആണ് എന്നുള്ളത് ഇതേ രീതിയിൽ നമുക്ക് പരിശോധിച്ച് 3 കേസുകളിലും 15% തന്നെയാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് അല്ലേ. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെയിം ആയിരിക്കും, പേയ്മെൻറ്റ് വാല്യൂ സെയിം ആയിരിക്കും അല്ലേ. 16 ലക്ഷം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് NOI അപ്രോച്ച് പ്രകാരം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരു ഹോംവർക്ക് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. നിങ്ങളത് ചെയ്തതിന് ശേഷം ആൻസർ കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കുക.